ഹലോ ഫ്രണ്ട്സ്, കുഞ്ചൂസ് ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചുരിദാർ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു പേപ്പറിൽ സിമ്പിളായിട്ട് ഞാൻ ഫസ്റ്റ് പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് ഡയറക്റ്റ് ഫാബ്രിക്കിൽ എങ്ങനെയാണ് പാറ്റേൺ വരയ്ക്കുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മുടെ അടുത്ത വീഡിയോസായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പേപ്പറിൽ സിമ്പിളായിട്ട് എനിക്ക് ഐഡിയ പറയാനാണെന്ന് നമുക്ക് എപ്പോഴും ഫാബ്രിക് ലെങ്ത് വൈസിലെ ഫസ്റ്റ് ഫോൾഡിങ് ഇങ്ങനെ ചെയ്യാം. അതിനുശേഷം എത്രയാണോ നമുക്ക് ചുരിദാറിൻ്റെ ലെങ്ത്ത് വേണ്ടേ അതിനനുസരിച്ചിട്ട് അത് ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഫാബ്രിക് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെഷർമെൻറ്റ് ടേപ്പ് ഉപയോഗിച്ചിട്ട് എത്രയാണോ ലെങ്ത്ത് നോക്കുക അതിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ കുറച്ചും കൂട്ടിയൊക്കെ വയ്ക്കാം. ഇപ്പം ഞാൻ തൽക്കാലത്തിന് ഇങ്ങനെ കറക്റ്റായിട്ട് എടുക്കുകയാണ്. ഇങ്ങനെയാണ് ഫോൾഡിങ് ആണ്. ലെങ്ത്ത് വൈസിൽ മടക്കിയതിന് ശേഷം വീണ്ടും ഒരു ഫോൾഡിങ് ചെയ്തിട്ടാണ് നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റാർട്ടിങ്. ഇനി അടുത്തത് നമുക്ക് ഷോൾഡറാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ചുരിദാറൊക്കെ ആകുമ്പോൾ നമുക്ക് ചിലർക്ക് നല്ല ബോട്ട് നെക്ക് അങ്ങനത്തെ അല്ലെങ്കിൽ കോളർ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഷോൾഡർ. അപ്പോൾ എത്രയാണ് ഷോൾഡർ എടുത്തിരിക്കുന്നത്? ഇപ്പോൾ കോളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഷോൾഡർ വേണം. ഇപ്പോൾ നെക്ക് ഡിസൈൻ നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ഷോൾഡർ വേണ്ടി വരില്ല. അതിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഫസ്റ്റ് ചുരിദാറിൻ്റെ ലെങ്ത്ത്, അതിന് ശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു. പിന്നെ ബസ്റ്റ് ഏകദേശം എത്രയാണ്, അത് എത്രയാണോ ബസ്റ്റ്, ഇപ്പോൾ 32 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ഡിവൈഡഡ് ബൈ 4 ആ ഒരു റേഷ്യോ അനുസരിച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ എത്രയാണോ ബസ്റ്റിൻ്റെ 4 ഭാഗം മാർക്ക് ചെയ്യാം. പിന്നെ ആം ഹോൾ ലെങ്ത്ത് ഏകദേശം ഇപ്പോൾ ഒരു അധികം തടിയില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു 6 ഇഞ്ചൊക്കെ ധാരാളമാണ് ഈ ഒരു ആം ഹോളിൻ്റെ ലെങ്ത്ത്. നമ്മുടെ ആം ഹോൾ ലൂസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഈ ഒരു ഇത്. ഇവിടെയാണോ കറക്റ്റ് ലൂസ്. ഇപ്പോൾ 32 എന്നുള്ളത് കറക്റ്റ് മെഷർമെൻ്റ് ആണെന്നുവെച്ചെങ്കിൽ പ്ലസ് 2 ഇഞ്ചസ് എങ്കിലും കൂട്ടിയിടണം. കാരണം ആ ഒരു ലൂസ് വേണം നമുക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇപ്പോൾ നമുക്കിവിടെ 11s കൂടി കയറ്റിയിടണം. ഇപ്പോൾ നമ്മൾ കറക്റ്റാണ് പറയുന്നത്. പ്ലസ് നമുക്കൊരു തയ്യൽ തുമ്പിടാം 1 ഇഞ്ച്. അതിനുശേഷം ഇനിയാണ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആം ഹോളാണ് വരയ്ക്കാൻ പോകുന്നത്. ഈ ഒരു ആം ഹോളിൽ എന്ന് പറയുന്നത് നമ്മൾ എത്രയാണോ ആം ഹോൾ എടുത്തിട്ടിരിക്കുന്നത്, അതായത് കൈക്കുഴി എത്രയാണ് എടുത്തിരിക്കുന്നത് അത് കറക്റ്റായിട്ട് ഇവിടെ വരണം. അല്ലാന്നുണ്ടെങ്കിലാണ് കൈക്കുഴിക്ക് പ്രോബ്ലം ഉണ്ടാവുക, അവിടെ കുറേ റിങ്കിൾസ് അങ്ങനത്തെ കാര്യങ്ങൾ വരാം. ഏകദേശം ഈ ഒരു സ്ക്വയർ കിട്ടുമ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഉള്ളൊരു കേവ്, ആ ഒരു കേവ് നല്ല ഷേപ്പൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് ഈ ഒരു എത്രയാണോ കറക്റ്റ് പെർഫെക്റ്റ് പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിന്റ് വരെ കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനും അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരണം. അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ആം ഹോളില്ലേ, ഈ ഒരു നമുക്ക് നെക്കിൻ്റെ ഒരു പോർഷനിൽ, അതായത് ഷോൾഡറിൻ്റെ അടുത്തേക്ക് എത്തുന്നതോട് കൂടിയിട്ട് ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് സ്ലോപ്പ് ചെയ്തിട്ട് വരയ്ക്കാം. ബാക്ക് ആം ഹോൾ ആവുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഫ്രണ്ട് ആം ഹോളിനെക്കാട്ടും കുറച്ച് ഇങ്ങോട്ടേക്ക് കയറി നിൽക്കണം. അതായത് ഈ ഒരു ലൈനിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല, അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൻ്റെ ഇങ്ങോട്ടേക്കും പോകാൻ പാടില്ല. നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് കറക്റ്റ് വരയ്ക്കാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെക്ക് മാർക്ക് ചെയ്യാം, അതിനുശേഷം ഷോൾഡറൊക്കെ സ്ലോപ്പ് ചെയ്യാം. ഇപ്പോൾ അങ്ങനെ അധികം സ്ലോപ്പിംഗ് ഒന്നുമില്ല, എന്നാലും വേണമെങ്കിൽ നമുക്കൊരു 1 cm ഒക്കെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നമ്മൾ സ്ലിറ്റ് ലെങ്ത്ത്, അതായത് നമ്മുടെ സ്ലിറ്റ് എത്രയാണോ അത് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ സ്ലിറ്റ് ആ ഒരു സ്ലിറ്റിൻ്റെ അവിടം വരേക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു പോയിന്റിൽ എത്രയാണോ വേസ്റ്റ് നമ്മുടെ സീറ്റ് അളവിൻ്റെ 4 ഭാഗം മാർക്ക് ചെയ്യുക. പ്ലസ് ലൂസ്, ഇവിടെ അധികം ലൂസ് ഇടരുത്.
നമുക്കിവിടെ സ്ലിറ്റ് അടിക്കാനുള്ളത് കൊണ്ട് തന്നെ ഒരു ആവശ്യത്തിനുള്ള എത്രയാണോ സ്ലിറ്റ് മടക്കി തയ്ക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം വിടാൻ. അതിനുശേഷം ഇതിൻ്റെയും കറക്റ്റ് സെൻറ്റർ പോയിന്റിൽ വേണം വേസ്റ്റ് വരാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡറിൽ നിന്ന് ബസ്റ്റ് അളന്നെടുക്കുക, അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ ആ ലെങ്ത്ത്, സീറ്റിൻ്റെ ലെങ്ത്ത് സെപ്പറേറ്റ് ആയിട്ട് അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അല്ലാത്ത വണ്ണം ഇവിടെ നിന്ന് ഇതിൻ്റെ കറക്റ്റ് മിഡ് പോയിൻ്റ് എത്രയാണോ അവിടെ വേസ്റ്റ് മെഷർ ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് വരയ്ക്കാം. ഇപ്പം നമ്മുടെ ഏകദേശം വേസ്റ്റ് വരെയുള്ള പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കടുത്തത് നേരെ അധികമില്ല ഈ ഒരു സ്ലിറ്റിൻ്റെ നമുക്ക് ചിലവർക്കൊക്കെ തടി കുറവൊക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്ട്രെയിറ്റ് സ്ലിറ്റ് ഉണ്ട്, അതേപോലെ കുറച്ച് സ്ലോപ്പായിട്ടുള്ള സ്ലിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് സ്ലിറ്റ് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഈ ഒരു പോയിന്റിൽ നിന്ന് കറക്റ്റായിട്ട് താഴത്തേക്ക് വരയ്ക്കാം. എന്നിട്ട് ഇതും ജോയിൻ ചെയ്യാം. ഇൻ കേസ് കുറച്ചുകൂടിയും ഇപ്പോൾ പണ്ടത്തെ ടൈപ്പ് ചുരിദാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഇഞ്ചൊക്കെ ഇങ്ങനെ ഡിഫറെൻറ്റിൽ വന്നിട്ട് കുറച്ച് അടിവശം താഴത്തെ വശം കുറച്ച് വിസ്തൃതിയിൽ തയ്ക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് കുറച്ചിങ്ങനെ മാറ്റി കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചുരിദാറിൻ്റെ മെയിൻ പാർട്സുകളൊക്കെ കഴിഞ്ഞു. ഇനി വേണ്ടത് നമുക്ക് നെക്കാണ്. നെക്ക് ക്യാൻവാസിലാണ് വെട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ വെട്ടേണ്ട ആവശ്യമില്ല. അല്ല നമ്മളിപ്പോൾ ജസ്റ്റ് ഇതിൽ മാർക്ക് ചെയ്തിടാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നെക്ക് ലെങ്ത്ത് അത് ഏതാണ് ഷേപ്പിൽ വേണമെങ്കിൽ ആ ഒരു ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഡാർട്ട് പോയിന്റുകൾ മാർക്ക് ചെയ്യാം. ഫ്രണ്ടിലും ബാക്കിലും ഒരു 8 ഇഞ്ചൊക്കെയാണ് ഡാർട്ട് വരാം. അത് കറക്റ്റായിട്ട് ഡാർട്ട് ഇടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതെങ്ങനെ കട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ഓൾറെഡി അലവൻസൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ വെട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അലവൻസ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. പാറ്റേൺ മാത്രമാണ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എന്ത് കട്ട് ചെയ്യുമ്പോഴായാലും ബാക്ക് പോർഷൻ ഫസ്റ്റ് കട്ട് ചെയ്യാം. ഇപ്പോൾ ബാക്ക് പോർഷൻ്റെ ഇതാണ് പാറ്റേൺ, ഇതാണ്. ഇനി ഫ്രണ്ട് കട്ട് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ടിലത്തെ ആം ഹോൾ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടി ശ്രദ്ധിച്ചിട്ട് ആം ഹോൾ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചുരിദാർ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് സ്ലീവാണ്. സ്ലീവിന് ഞാനിപ്പോൾ ഒരു സിംഗിൾ ഫോൾഡിങ്ങിലാണ് കാണിച്ചിരുന്നത്, ഒറ്റ സ്ലീവായിട്ടാണ് കാണിച്ചിരുന്നത്. സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ ആ ഒരു പാറ്റേൺ കുറച്ച് വലുതായിട്ടാണ് കാണിക്കാൻ പോണത്. സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണോ അത് മാർക്ക് ചെയ്യാം. പിന്നെ ഒരു 3 ഇഞ്ച് താഴത്തോട്ട് കാണിച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ആം ഹോൾ ലൂസ് എത്രയാണെങ്കിൽ ഇപ്പോൾ 6 ഇഞ്ചാണെങ്കിൽ 6 ഇഞ്ച് അതൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യും ഇവിടെ. അതിനുശേഷം ഈ ആം ഹോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഈ കൈയിൻ്റെ ഈ ഒരു പോർഷനിൽ നിന്നാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സ്ലീവിൻ്റെ ഇങ്ങനെയാണ് കൈ വരണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലൂസാണ് നമ്മൾ അറ്റത്ത് നമ്മുടെ കൈയിൻ്റെ ഈ ഒരു ലെങ്ത്തല്ല, നമ്മളിപ്പോൾ ഇവിടെ ലെങ്ത്തിൻ്റെ അവിടെ ലൂസല്ല, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ളതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തത്. അതിനുശേഷം ഈ ഒരു ആം ഹോൾ റൗണ്ട് അത് എത്രയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെങ്ത്തും നമ്മൾ നോക്കി മെഷർ ചെയ്യാം. എത്രയാണ് അതിൻ്റെ പാതിയാണ് എടുക്കേണ്ടത്. അതിനുശേഷം അതിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് ഇവിടേക്ക് 1 സെൻറ്റിമീറ്റർ ഇവിടേക്ക് 1 സെൻറ്റിമീറ്റർ കുഴിക്കാം. അതിനുശേഷം സ്ലീവിൻ്റെ അറ്റത്തെ ലൂസ് എത്രയാണോ അത് മാർക്ക് ചെയ്യാം. അതിനുശേഷം സ്ലീവിൻ്റെ അറ്റം ജോയിൻ ചെയ്യാം. ഇനി വരയ്ക്കുമ്പോൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, നോക്കിക്കോ, നമ്മളിങ്ങനെ
ഇത് ആം ഹോളിൻ്റെ ഇത് ടോപ്പ് സൈഡ്. അതിനുശേഷം ഇത് ഫ്രണ്ട് ആം ഹോള് കുറച്ച് കുഴിക്കുക. അതിനുശേഷം ഇനിയിപ്പോൾ ബാക്ക് ആം ഹോളാകുമ്പോൾ ഈ ഒരു വരയിൽ നിന്ന് നേരെ ഇങ്ങനെ വരയ്ക്കാം. ഇത്ര വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ സ്ലീവിൻ്റെ എത്രയാണ് ലൂസ് ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലൂസ് മാർക്ക് ചെയ്യാം. ഞാൻ വരച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ചുരിദാറിൻ്റെ സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വെട്ടുമ്പോൾ എന്താണ് ശ്രദ്ധിക്കാനുള്ളത്? ഇങ്ങനെ കട്ട് ചെയ്യാം. അതിനുശേഷം ഫസ്റ്റ് എപ്പോഴും നമ്മൾ സ്ലീവ് വെട്ടുമ്പോഴായാലും ചുരിദാറിൻ്റെ ആം ഹോൾ വെട്ടുമ്പോഴായാലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാക്ക് സൈഡ് എപ്പോഴും വെട്ടാൻ ആദ്യം ശ്രദ്ധിക്കുക. എങ്ങനെ തെറ്റിയിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗം വെട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? രണ്ട് സൈഡും ഒരുപോലെ ഉണ്ടാവും. ഇപ്പോൾ ഓൾറെഡി ബാക്ക് നമ്മൾ വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു പോർഷൻ നിവർത്താം. അതിന് ശേഷം ഫ്രണ്ട് ആം ഹോള് വെട്ടുക. ഇപ്പോൾ ടോപ്പ് സൈഡും അതേപോലെ തന്നെ ബാക്ക് സൈഡും ഒരുപോലെയുള്ള ഫാബ്രിക്കൊക്കെ ആകുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ എന്താ ചെയ്യണം? ഫ്രണ്ടിൽ ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ ബാക്കിൽ നിന്നും ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഇങ്ങനെ വെട്ടുമ്പോൾ ആം ഹോള് കുഴിച്ച് വെട്ടിയില്ല എന്നുണ്ടെങ്കിലാണ് കൈക്കുഴി ലൂസ് അല്ലെങ്കിൽ പിന്നെ അവിടെ കൈ ലൂസ് അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചുരിദാർ വെട്ടുമ്പോൾ ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൗസിനൊക്കെ നമ്മളിവിടെ ഒരു ആം ഹോളിൻ്റെ സൈഡിൽ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളൊരു ഡാട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുരിദാറിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോർഷനിൽ നിന്ന് ഇങ്ങോട്ടേക്കൊരു ഡാട്ട്, ആ പ്രിൻസസ് ലൈൻ ഇങ്ങനെയാണ് പ്രിൻസസ് ലൈൻ വരാം. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ വരെ ചെറിയൊരു ഡാട്ടും ഈ ഒരു ഡാട്ടും സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ് ഉണ്ടാവും നമ്മുടെ ചുരിദാർ. അതുപോലെ തന്നെ ഈ ഒരു സ്ലോപ്പ് ഇല്ലാണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ചുരിദാർ നല്ല ഫിനിഷിങ് ഉണ്ടാവും. ഈ സ്ട്രെയിറ്റ് അല്ലാത്ത ഫാഷൻ പോയിട്ടുണ്ട്. മീൻസ് കുറച്ചിങ്ങനെ സ്ട്രെയിറ്റ് അല്ലാണ്ട് ഇങ്ങനെ നമുക്കിങ്ങനെ അടിവശത്ത് കുറച്ചുകൂടി കൂടിയിട്ടുള്ള ഒരു പാഷൻ ഇപ്പോൾ കുറഞ്ഞോക്കാണ്. ഇപ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് കട്ടിങ് ആണ് ചുരിദാറിൽ വരുന്നത് എല്ലാവർക്കും. പിന്നെ നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെക്ക് ഡിപ്പെൻഡിങ് ആണ്. ഇപ്പോൾ പല ടൈപ്പ് നെക്കുകൾ വരുന്നുണ്ട്. ബോട്ട്നെക്കൊക്കെ ഇപ്പോൾ കുറഞ്ഞ് വരികയാണ്. ഇപ്പോൾ വി നെക്ക് അങ്ങനെ കുറേ നെക്കുകളാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നത്. അതേപോലെ തന്നെ പണ്ടത്തെ ഫാഷനായിട്ടുള്ളത് സ്വീറ്റ് ഹാർട്ട് അതേപോലെ തന്നെ അങ്ങനത്തെ നെക്കുകളൊക്കെയാണ് ഇപ്പോൾ ഫാഷനായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു ഡാട്ട് ഇടുന്നതായാലും ഇപ്പോൾ നല്ല ബോഡി ഫിറ്റിംഗ് വേണ്ടവർക്കായാലും ഈ ഒരു ഡാട്ട് ബാക്കിലും ഫ്രണ്ടിലും ഇടുന്ന നന്നായിരിക്കും. പിന്നെ ഇൻവിസിബിൾ സിബ് വയ്ക്കുന്നതായാലും നല്ല മാച്ചിങ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ സിമ്പിളായിട്ട് വിത്തിൻ ഹാഫ് ആൻ അവറിൽ ഒരു ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ട്രയലായിട്ട് ബേസിക്കായിട്ട് ഇതുവരെയായിട്ട് സ്റ്റിച്ചിങ് ഒന്നും അറിയാത്തവർക്ക് ഏകദേശം എങ്ങനെയാണ് വരാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എങ്ങനെയാണ് ചുരിദാറിൻ്റെ കട്ടിങ് ഒക്കെ വരണേന്നുള്ളൊരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ജസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ ഇങ്ങനെ വരച്ചിട്ട് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ബസ്റ്റിൻ്റെ 4 ഭാഗം മെഷർ ചെയ്യുക. എത്രയാണോ നിങ്ങളുടെ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം 4 ഭാഗം അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തൊക്കെ ഷോൾഡർ ആയാലും അതേപോലെ തന്നെ ചുരിദാർ ലെങ്ത്ത്, വേസ്റ്റ്, സീറ്റ് ലെങ്ത്ത് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് ടേപ്പ് ഉപയോഗിച്ചിട്ട് അളക്കുക. അതിന് ശേഷം അതിൻ്റെ 4 ഭാഗം കണ്ടുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വേഗം ചുരിദാർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്.